നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു കാര്യം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചതിച്ചിട്ടുള്ളത് ആരാണ്? ഒരിക്കലും അറിയാത്ത വഴിയെ പോയ ആളുകളല്ല, മറിച്ച് നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവർ, നമ്മുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിയവർ, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ അവരായിരിക്കും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, മുഖത്തു നോക്കി കുരയ്ക്കുന്ന നായയേക്കാൾ അപകടകാരിയാണ് പിന്നിലൂടെ വന്ന് കടിക്കുന്ന പാമ്പ്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ തകർക്കാൻ കാത്തിരിക്കുന്ന ചിലരുണ്ട്. അവരെ തിരിച്ചറിയാൻ വൈകിയാൽ നിങ്ങളുടെ സമാധാനവും സമ്പത്തും കുടുംബവും ഒരുപോലെ തകരും. ശത്രു എന്നാൽ എപ്പോഴും ദേഷ്യപ്പെട്ട് മുന്നിൽ വരുന്ന ആളല്ല. ചിലപ്പോൾ അത് ചിരിച്ചുകൊണ്ടുവരുന്ന ചങ്ങാതിയുമാകാം. നിങ്ങളുടെ ചുറ്റുമുള്ള കപട ശത്രുക്കളെ അവരുടെ പെരുമാറ്റം കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് 5 ലളിതമായ വഴികളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു പാഠമായിരിക്കും. ശത്രുക്കളെ തിരിച്ചറിയാനുള്ള 5 ലക്ഷണങ്ങൾ. 1. അമിതമായ സോപ്പിടൽ, ദ ഫ്ലാറ്ററി. ചില ആളുകളുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ പുകഴ്ത്തും. നിങ്ങൾക്കൊരു തെറ്റുപറ്റിയാൽ പോലും അവർ പറയും, അത് സാരമില്ല, നീ ചെയ്തത് ശരിയാണെന്ന്. ചാണക്യൻ പറയുന്നത്, നിങ്ങളെ അനാവശ്യമായി പുകഴ്ത്തുന്നവർ നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ നോക്കുന്നവരാണ് എന്നാണ്. സത്യസന്ധനായ സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകൾ തിരുത്തിത്തരും, പക്ഷേ ശത്രു നിങ്ങൾ ആ തെറ്റിൽ തന്നെ വീഴാൻ കാത്തിരിക്കും. തോൽവിയിൽ സന്തോഷിക്കുന്നവർ. നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിക്കൂ. പുറമേ അവർ സങ്കടം അഭിനയിക്കുമെങ്കിലും അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കാണാം. ഞാൻ പറഞ്ഞില്ലേ എന്ന് അവർ ഉള്ളുകൊണ്ട് സന്തോഷിക്കും. നിങ്ങളുടെ സങ്കടത്തിൽ ആശ്വാസം കിട്ടുന്നവർ നിങ്ങളുടെ വലിയ ശത്രുക്കളാണ്. പരദൂഷണം പറയുന്നവർ. മറ്റൊരാളുടെ രഹസ്യം നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന ആൾ ഉറപ്പായും നിങ്ങളുടെ രഹസ്യം വേറെ ഒരാളുടെ അടുത്തും പറയും. ഇത്തരക്കാർക്ക് ആരോടും കൂറില്ല. വിവരങ്ങൾ ചോർത്താനും ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇവർ മിടുക്കരായിരിക്കും. ഇവരെ വിശ്വസിക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. അമിതമായ വിനയം. എല്ലാവരോടും നല്ലവനായി അഭിനയിക്കുന്നവരുണ്ട്. ഒന്നിനോടും പ്രതികരിക്കില്ല, എപ്പോഴും പുഞ്ചിരിക്കും. ചാണക്യൻ പറയും, വിഷമില്ലാത്ത പാമ്പ് പോലും മറ്റുള്ളവരെ പേടിപ്പിക്കാൻ പണം വിടർത്തണം. ഒരു മനുഷ്യനായാൽ ചില കാര്യങ്ങളിലെങ്കിലും സ്വന്തം അഭിപ്രായം പറയണം. എപ്പോഴും വിനയം മാത്രം കാണിക്കുന്നവർ ഉള്ളിൽ വലിയ ചതി ഒളിപ്പിച്ചു വെക്കുന്നവരായിരിക്കും. ആവശ്യത്തിനില്ലാത്തവർ. നല്ല സമയത്ത് മാത്രം കൂടെ നിൽക്കുന്നവർ. നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നാൽ അവർ പല കാരണങ്ങൾ പറഞ്ഞു മുങ്ങും. നിങ്ങളുടെ ഉയർച്ചയിൽ മാത്രം കൂടെ നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ശത്രുക്കളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ തർക്കിക്കാൻ പോകരുത്. പകരം ഇവ ചെയ്യുക. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. അവരോടൊന്നും പറയാതിരിക്കുക. ചിരിച്ചുകൊണ്ട് അകലുക. ശത്രുവാണെന്ന് അവർക്ക് മനസ്സിലാവാതെ സാവധാനം ബന്ധം കുറയ്ക്കുക. വിജയിച്ചു കാണിക്കുക. നിങ്ങളുടെ വളർച്ചയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. സുഹൃത്തെ, എല്ലാവരെയും സ്നേഹിക്കണം, പക്ഷേ എല്ലാവരെയും വിശ്വസിക്കരുത്. ചാണക്യനും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചതികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ആ അനുഭവങ്ങളെ അദ്ദേഹം ആയുധമാക്കി മാറ്റി. നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ തളരരുത്. ഈ തിരിച്ചറിവുകൾ നിങ്ങളെ ഒരു സിംഹത്തെ പോലെ കരുത്തനാക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവമുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ചാണക്യൻ്റെ കൂടുതൽ ജീവിത പാഠങ്ങൾക്കായി നമുക്ക് വീണ്ടും കാണാം.